ഭഗവാൻ അറിയാതെ ഒന്നും തന്നെ നടക്കില്ല. അതിന് ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് കഥ കേൾക്കാം. ഇത് മഹാഭാരത യുദ്ധസമയത്ത് ഭഗവാൻ രക്ഷിച്ച ഒരു കുഞ്ഞു കിളിയെയും ആ കുഞ്ഞു കിളിയുടെ മക്കളെയും ചുറ്റിയുള്ളൊരു കഥയാണ്. കുരുക്ഷേത്രത്തിൻ്റെ വിശാലമായ സമതലങ്ങളിൽ മഹാഭാരത സൈന്യം ഒത്തുകൂടിയപ്പോൾ ഭൂമി ഒരുക്കങ്ങളാൽ വിറച്ചു നിന്നു. ആനകൾ മരങ്ങളെല്ലാം തള്ളിമാറ്റി യോദ്ധാക്കളുടെ ആ പാളയങ്ങൾക്കായിട്ട് നിലമൊരുക്കി. ജനക്കൂട്ടത്തിന് ഭക്ഷണം നൽകാൻ വലിയ വലിയ അടുക്കളകൾ ഒരുങ്ങി നിന്നു. അത്തരമൊരു ശക്തമായ മരത്തിനിടയിൽ ഒരു എളിയ കുരുവി ജീവിച്ചു വന്നിരുന്നു. 4 കുഞ്ഞുങ്ങളുടെ അമ്മ. പറക്കാൻ വളരെ ചെറുതും രക്ഷപ്പെടാൻ വളരെ ദുർബലവുമായിരുന്നു ആ കുഞ്ഞുങ്ങൾ. ആ സമയത്താണ് ഒരു ആന അവളും അവളുടെ കുഞ്ഞുങ്ങളും ഇരുന്ന മരത്തെ ഇടിച്ച് വീഴ്ത്തിയത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവളും ആ കുഞ്ഞുങ്ങളും കൂടും എല്ലാം നിലത്ത് വീണു. അത്ഭുതകരം എന്ന് പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങൾക്ക് ഒരു കേടുപാടുകളും സംഭവിച്ചില്ല. പക്ഷേ ആ യുദ്ധക്കളത്തിൽ തന്നെ ആ കുഞ്ഞുങ്ങൾ പറക്കാറായിട്ടില്ലല്ലോ, അവിടെ തന്നെ കിടന്നു. നിസ്സഹായയായ അമ്മക്കുരുവി ഭയന്നു വിറച്ചു, സഹായം തേടി അലഞ്ഞു. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് അർജുനനോടൊപ്പം വയലിലൂടെ നടന്ന് സ്ഥലം പരിശോധിക്കുന്ന ആ ഭഗവാനെ കണ്ടു ആ കുഞ്ഞിക്കിളി. തൻ്റെ സർവശക്തിയും സംഭരിച്ച കൊച്ചു പക്ഷി ചിറകുകളടിച്ച് ഭഗവാന്റെ രഥത്തിൻ്റെ അരികിലെത്തി. കൃഷ്ണ, അവൾ നിലവിളിച്ചുകൊണ്ട് വിളിച്ചു ഭഗവാനെ, കൃഷ്ണ, എൻ്റെ കുട്ടികളെ സംരക്ഷിക്കണേ കൃഷ്ണ. നാളെ യുദ്ധം തുടങ്ങുമ്പോൾ അവർ തീർച്ചയായും തകർന്നു പോവും. ഭഗവാൻ അവളെ കാരുണ്യത്തോടുകൂടി ഒന്ന് നോക്കി. എന്നിട്ട് മൃദുവായിട്ട് മറുപടി പറഞ്ഞു ഭഗവാൻ, കുഞ്ഞേ, നീ പറയുന്നത് എനിക്ക് കേൾക്കാം, പക്ഷേ എനിക്ക് പ്രകൃതി നിയമങ്ങളിൽ ഇടപെടാൻ കഴിയില്ല. ആ കുരുവി തലകുനിച്ച് മറുപടി പറഞ്ഞു, എനിക്ക് നിയമങ്ങളെയും തത്വചിന്തകളെയും കുറിച്ച് ഒന്നും അറിയില്ല കൃഷ്ണ. നീ എൻ്റെ ഭഗവാനാണ്, അത് മാത്രമേ എനിക്കറിയൂ. നീ അവരെ രക്ഷിക്കാനോ എടുക്കാനോ തീരുമാനിച്ചാലും ഞാനിതാ നിനക്ക് കീഴടങ്ങുന്നു. അതായത് നീ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചാലും ശരി, ഇനി അവരുടെ ജീവൻ എടുത്താലും ശരി, ഞാൻ നിനക്ക് കീഴടങ്ങുന്നു. നീ പറയുന്നത് എന്താണോ അത് തന്നെയാണ് എനിക്ക് ശരി. ഒരു നിമിഷം ഭഗവാൻ ഒന്ന് നിശബ്ദനായി മാറി. പിന്നെ സൗമ്യമായി പറഞ്ഞു, 3 ആഴ്ചത്തേക്ക് ആവശ്യമായ ഭക്ഷണം നീ നിൻ്റെ കൂട്ടിൽ ശേഖരിച്ചു വയ്ക്കുക. ഒരു ചോദ്യവും ചോദിക്കാതെ ഭഗവാൻ പറഞ്ഞത് അപ്പടി കേട്ട് ആ കുഞ്ഞു കിളി അവളുടെ കൂട്ടിലേക്ക് വന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ശംഖുകൾ യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ സൂചന നൽകുന്നതിന് തൊട്ടു മുൻപ് പെട്ടെന്ന് അർജുനനോട് തൻ്റെ വില്ലും അമ്പും ചോദിച്ചു. അത്ഭുതത്തോടുകൂടി അർജുനൻ ചോദിച്ചു, എന്തുകൊണ്ട് പ്രഭോ ഈ യുദ്ധത്തിൽ ആയുധമുയർത്തില്ല എന്നങ്ങ് പ്രതിജ്ഞ എടുത്തിട്ടില്ലേ? മറുപടി ഒന്നും പറയാതെ ഭഗവാൻ തൻ്റെ അസ്ത്രം സമീപത്തുള്ള ഒരു ആനയ്ക്കു നേരെ തൊടുത്തു. എന്നാൽ ആ മൃഗത്തെ, ആ ആനയെ ആ അമ്പ്, ഭഗവാൻ ചെയ്ത അമ്പ് ആ ആനയുടെ ശരീരത്തിൽ തുളച്ചില്ല, ആ ശരീരത്തിൽ തട്ടിയില്ല. അമ്പ് എന്തു ചെയ്തു? നേരെ പോയിട്ട് അതിൻ്റെ കഴുത്തിൽ കെട്ടിയിരുന്ന വലിയ മണിയിൽ തട്ടി. ആ തട്ടിയ മണി ഒരു തീപ്പൊരിയോടുകൂടി പറന്നു ചെന്ന് നിലത്ത് വീഴേണ്ടായി. അർജുനൻ ചിരിച്ചു. ഇത്ര എളുപ്പമുള്ളൊരു ലക്ഷ്യം ഞാൻ പോലും നഷ്ടപ്പെടുത്തില്ല. പകുതി തമാശയായിട്ടാണ് അർജുനൻ പറഞ്ഞത്. പക്ഷെ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. വില്ല് തിരികെ കൊടുത്തു അർജുനൻ്റെ കയ്യിൽ. എന്നിട്ട് യുദ്ധം ആരംഭിച്ചു. നീണ്ട 18 ദിവസങ്ങൾ. ആ 18 ദിവസങ്ങൾക്ക് ശേഷം, രക്തം ഒരുപാട് ചിന്തപ്പെട്ട ആ ദിവസങ്ങൾക്ക് ശേഷം, ഒരുപാട് വീരന്മാരെ മരിച്ചു വീണ ദിവസങ്ങൾക്ക് ശേഷം കുരുക്ഷേത്ര ഭൂമി ദുഃഖക്കടലായിട്ട് മാറേണ്ടായി. പാണ്ഡവരെ വിജയികളായിട്ട് ഉയർന്നു വന്നു. പക്ഷേ അതിനുണ്ടായ വില വളരെ വലുതായിരുന്നു. യുദ്ധാനന്തരം ഭഗവാൻ അർജുനനെ അവസാനമായിട്ടൊരു നടത്തത്തിനായിട്ട് കൊണ്ടുപോവേണ്ടായി. യുദ്ധക്കളം ഇപ്പോൾ ശവശരീരങ്ങളും തകർന്ന രഥങ്ങളും തകർന്ന ആയുധങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പക്ഷെ അവർ നടന്ന് ശാന്തമായൊരു സ്ഥലത്ത് എത്തേണ്ടായി. അവിടെ ഒരു പഴയ ആന കഴുത്തിൽ കെട്ടിയിരുന്നൊരു മണി പൊടി പിടിച്ച് പാതി കുഴിച്ചിട്ട രീതിയിൽ കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഭഗവാൻ പറഞ്ഞു അർജുനനോട്, അർജുന, നീ ആ മണി ഒന്ന് ഉയർത്താമോ? ആകെ ആശയക്കുഴപ്പത്തിലായ അർജുനൻ കുനിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് അത് ഉയർത്തി. ഉടനെ തന്നെ 4 കുഞ്ഞി പക്ഷികൾ സന്തോഷത്തോടുകൂടി ചിലച്ചുകൊണ്ട് പുറത്തേക്ക് പറന്നുയർന്നു. പിന്നാലെ അവയുടെ അമ്മയും. ഒരിക്കൽ സഹായത്തിനായിട്ട് അപേക്ഷിച്ച അതേ കുരുവി ഇപ്പോൾ ഭഗവാന് ചുറ്റും വട്ടമിട്ട് പറന്നു. ദിവ്യമായ ആനന്ദത്തോടുകൂടി ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നന്ദി പ്രകടിപ്പിച്ചു ആ കിളി. അർജുനനൊന്ന് ഞെട്ടി. എന്താണ് ഈ അത്ഭുതം? എന്താണ് കൃഷ്ണ? അപ്പോൾ ഭഗവാൻ സൗമ്യമായിട്ട് പുഞ്ചിരിച്ചു. 18 ദിവസം മുൻപ് ഞാൻ ആ ആനയുടെ കഴുത്തിൽ നിന്നറുത്ത മണിയാണിത് അർജുന. അവളുടെ ആ മരം ഇടിച്ചിട്ട ആ ആനയുടെ അതേ കഴുത്തിലുള്ള മണി. അവളുടെ വിശ്വാസം കണ്ടപ്പോൾ ഞാൻ അവൾക്കൊരു അവസരം നൽകി. അവൾ അവളുടെ ഭാഗം ചെയ്തു, ഞാൻ എൻ്റെ ഭാഗം ചെയ്തു. ഇതിൽ ഭഗവാൻ എന്താണോ പറഞ്ഞത് അപ്രകാരം ആ കുരുവി അതനുസരിച്ചു. അത് ഭഗവാനിലുള്ള വിശ്വാസമാണ് അല്ലേ? ആ ഒരു വിശ്വാസം മനുഷ്യരായ നമ്മൾക്കുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക. ആ സമയത്ത് അർജുനൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. കൃഷ്ണ, എന്നോട് ക്ഷമിക്കൂ. മനുഷ്യരൂപത്തിൽ നിന്നെ കണ്ടപ്പോൾ നീ ആരാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ മറന്നുപോയിരുന്നു. സത്യമാണ് കൃഷ്ണ. ഇത് ഒരു വിശ്വാസത്തിൻ്റെ സ്വഭാവമാണല്ലേ? യഥാർത്ഥമായ വിശ്വാസം എന്നത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇച്ഛയ്ക്ക് അനുസൃതമായിട്ട് വളയ്ക്കുന്നതിനെക്കുറിച്ചല്ല. അത് നമ്മുടെ ഹൃദയങ്ങളെ ആ ഈശ്വരഹിതവുമായി ദൈവഹിതവുമായിട്ട് പൊരുത്തപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. കുരുവി ഒരിക്കലും ഫലം ആവശ്യപ്പെട്ടില്ല. അവൾ എന്തു ചെയ്തു? ഭഗവാന് മുന്നിൽ കീഴടങ്ങി. എന്താണോ ഭഗവാന്റെ നിർദ്ദേശം അത് പാലിച്ചു. പക്ഷെ അവൾ തൻ്റെ ശ്രമം ഉപേക്ഷിച്ചില്ല. അവൾ കഴിയുന്നതെല്ലാം ചെയ്തു. എന്നാൽ തൻ്റെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആ കിളി ആശങ്കപ്പെട്ടില്ല. അത് ആ കിളി ഭഗവാന് വിട്ടുകൊടുക്കുക ചെയ്തത് അല്ലേ? വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പലരും ഈശ്വരനെ സമീപിക്കുന്നു. എന്നാൽ വിശ്വാസം അതൊരു ബിസിനസ് ഇടപാടല്ല. അത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ദൈവഹിതവും തമ്മിലുള്ള വടം വലിയുമല്ല. യഥാർത്ഥ വിശ്വാസം എനിക്ക് വേണ്ടത് നീ ചെയ്യുമോ എന്ന് ചോദിക്കുന്നതല്ല. സത്യത്തിൽ നീ ചെയ്തില്ലെങ്കിലും ഞാൻ നിന്നിൽ വിശ്വസിക്കും എന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ കാഴ്ചയെ മറച്ചേക്കാം. നമ്മുടെ ധാരണയേക്കാൾ വളരെ വലിയ ജ്ഞാനത്തോടെയാണ് ജീവിതം വികസിക്കുന്നതെന്ന് മറന്നുകൊണ്ട് നമുക്കിപ്പോൾ നല്ലതായി തോന്നുന്നത് നാം ആഗ്രഹിക്കുന്നു അല്ലേ? പക്ഷേ ഒരു രഹസ്യം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുക എന്നതാണ്. പക്ഷേ ഫലങ്ങൾ ഉപേക്ഷിക്കുകയും വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ ഒരു കഥ എന്നെന്നും ഉണ്ടാവട്ടെ. ആ വിശ്വാസം, ഭഗവാനിലുള്ള വിശ്വാസം എന്നെന്നും ഉണ്ടാവട്ടെ. ആ കുരുവിയും അതിൻ്റെ ആ കുട്ടികളെയും പോലെ ദിവ്യമായ ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ വിശാലമായ ആകാശത്തേക്ക് നമ്മൾക്ക് ആ ഭഗവാനിലുള്ള വിശ്വാസം ഒരുങ്ങട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ ശരണം.